തലശ്ശേരി സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന അർജുൻ ആയങ്കിയെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. ആഭ്യന്തരമന്ത്രിക്കെതിരെ FB പോസ്റ്റ് ഇട്ട മൊബൈൽ ഫോൺ കണ്ടെടുക്കാനാണ് കണ്ണൂർ സൈബർ പോലീസ് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. ആഭ്യന്തരമന്ത്രിയെ സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന അർജുൻ ആയങ്കിയെ 5 ദിവസത്തേക്കാണ് കണ്ണൂർ സൈബർ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ അർജുൻ ആയങ്കിയുടെ മൊബൈൽ ഫോൺ ദേഹപരിശോധന സമയത്ത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തതാണെന്നും വ്യാജ തെളിവ് ഉണ്ടാക്കാനാണ് ശ്രമമെന്നും പ്രതിഭാഗം വാദിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി ഡെപ്യൂട്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീജയും പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് MK ഹസനുമാണ് ഹാജരായത്. 3 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസിന് വിട്ടുകൊടുത്തത്. ഇതിലെന്താണ് ഈ മൊബൈൽ സംബന്ധിച്ചൊരു വാദം നടന്നിരുന്നു. കസ്റ്റഡിയിലെടുത്തതായിട്ട് ആ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ ആ മൊബൈൽ ഫോണിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറയാതെ IMEI നമ്പറോ മറ്റോ ബ്രാൻഡോ ഒന്നും പറയാതെ മറ്റൊരു ഫോൺ iPhone 16 Pro കണ്ടെത്തണമെന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞത്. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്, പോലീസ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഞങ്ങൾ ഉന്നയിച്ച കസ്റ്റഡി ഒബ്ജക്ഷനിൽ അത്തരമൊരു ഫോണ് 4 ദിവസം 7-ാം തീയതി എടുത്ത FIRൽ 9-ാം തീയതി റിമാൻഡ് ചെയ്യപ്പെട്ട പ്രതിയുടെ ഈ കേസിലെ പ്രതിയിൽ നിന്ന് എങ്ങനെയാണ് iPhone 16 Pro ഈ അന്വേഷണത്തിൽ പോലീസിന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത്? സാധാരണ രീതിയിൽ ഒരു സൈബർ കേസ് വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഇത്തരം കേസുകളിലേക്ക് മെറ്റയിലേക്കോ അതോടൊപ്പം തന്നെ അനുബന്ധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കോ കൃത്യമായ മെയിലോ കാര്യങ്ങൾ അയച്ചുകൊണ്ട് അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള മെയിലുകൾ അയച്ചുകൊണ്ടാണ് ഇതിൻ്റെ വിവരങ്ങൾ പോലീസിന് ലഭിക്കാറുള്ളത്. 4 ദിവസം കൊണ്ട് ഇദ്ദേഹം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്നത് iPhone 16 Pro ആണ് എന്ന് പോലീസ് എങ്ങനെയാണ് കണ്ടെത്തിയെന്നുള്ള ചോദ്യമാണ് ഇന്ന് കോടതിയിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. കനത്ത പോലീസ് സുരക്ഷയിലാണ് അർജുൻ ആയങ്കിയെ കോടതിയിൽ കൊണ്ടുവന്നത്. ഫോർ ടൈംസ് ന്യൂസ്, തലശ്ശേരി. തലശ്ശേരിയുടെ സ്വന്തം പുഷ്പ സാരീസ്. ഓരോ കുടുംബത്തിനും അനുയോജ്യമായ ഫാഷൻ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ. ഞങ്ങളുടെ വെഡ്ഡിംഗ് കളക്ഷനുകൾ കാണൂ. പുഷ്പ സാരീസ്, പഴയ ബസ് സ്റ്റാൻഡ്, തലശ്ശേരി. പാരമ്പര്യവും പ്രൗഢിയും ഒത്തുചേരുന്ന ഇടം. പുഷ്പ സാരീസിലേക്ക് സ്വാഗതം. നിങ്ങൾക്കായി മികച്ച വസ്ത്രങ്ങൾ ഞങ്ങൾ ഒരുക്കുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കാം.